എക്സ്പ്ലോറിംഗ് കേരളത്തിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഒരു അക്വേറിയത്തിലേക്ക് വെക്കാനുള്ള കുറേ ചെടികൾ അന്വേഷിച്ചിറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ തപ്പി ഒരു നല്ലൊരു തോട് കിട്ടി. തോട്ടിൽ നിറച്ചും നല്ല അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഇവിടുന്ന് ഈ പ്ലാന്റ്സുകളെല്ലാം കളക്ട് ചെയ്ത് നല്ല അടിപൊളി ഒരു അക്വേറിയം സെറ്റ് ചെയ്യാൻ പോവാണ്. സത്യത്തിൽ നമ്മുടെ വീട്ടിലൊരു അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്യാൻ നമ്മൾ ഒരുപാട് പൈസ മുടക്കി ഒരു ചെടിയും മേടിക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മുടെ ഇവിടുത്തെ തോട്ടിലും കണ്ടത്തിലും ഒക്കെ ഉള്ള അടിപൊളി അക്വാട്ടിക് പ്ലാന്റ്സ് വെച്ചാൽ തന്നെ നല്ല ഭംഗിയാവും. സത്യത്തിൽ നമ്മൾ കടകളിൽ നിന്നും മേടിക്കുന്ന അക്വാട്ടിക് പ്ലാന്റ്സിൽ ഏകദേശം പകുതിയിൽ കൂടുതൽ അക്വാട്ടിക് പ്ലാന്റ്സുകളുടെയും ഒരു നാടൻ വേർഷൻ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. മുടി പോലെ കിടക്കുന്നല്ലേ. കണ്ടോ സ്നെയിൽസ് കണ്ടോ? നമ്മൾ ഈ പറഞ്ഞ പോലെ ഓർണമെൻ്റൽ സ്നെയിൽസായിട്ട് മേടിക്കുന്ന എല്ലാം ഇവിടെ ഈ കണ്ടത്തിൽ കിടപ്പുണ്ട് ഇഷ്ടം പോലെ. അത് ഇത് നത്തയ്ക്ക എന്ന് പറയും. ഞങ്ങൾ കൊല്ലം നാട്ടിലൊക്കെ നത്തയ്ക്ക എന്നാ പറയുന്നത്. രണ്ട് നത്തയ്ക്ക എടുത്തിട്ടുണ്ട്, നമുക്ക് അക്വേറിയത്തിലിടാം അല്ലേ. അങ്ങനെ വ്യത്യസ്ത ഇനത്തിലുള്ള കുറേ അക്വേറിയം പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് അക്വേറിയത്തിലേക്ക് നടുമ്പം അക്വേറിയം ഒരു വനമാവും. സത്യത്തിൽ ഈ അക്വേറിയത്തിനകത്ത് ഈ പ്ലാസ്റ്റിക് ചെടികളും ചിപ്സുകളൊക്കെ ഇട്ട് അക്വേറിയം ചെയ്യുന്നതിനേക്കാളും വളരെ നല്ലതാണ് കുറച്ച് എംസാനും കുറേ നല്ല ലൈവ് പ്ലാന്റ്സും പിടിപ്പിക്കുന്നത്. ദൈവമേ, ഇതോ കിടക്കുന്നുണ്ട് ഒരു വലിയ പാമ്പ്. ഇത് ക്ലിയർ ആണോ എന്നറിയത്തില്ല, ഞാൻ മാക്സിമം നിങ്ങളെ കാണിക്കാം. അതുകൊണ്ട് അപ്പുറത്ത് വലുത് കാണാം. അതുകൊണ്ട് അടുത്തവൻ കിടക്കുന്നുണ്ട്. പോയില്ല. ഇഷ്ടം പോലെ പാമ്പ്. പറ്റിയ സ്ഥലത്താണ് ചെടി പറിക്കാൻ ഇറങ്ങിയത്. ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഇഷ്ടം പോലെ. അടുത്തവൻ പോകും. അഴിക്കൂടെ പോകും. അടുത്തവൻ അതോ അവൻ തന്നെയാണോ? അല്ല, അവൻ മറ്റോ അപ്പുറത്ത് പോകും. ഇഷ്ടം പോലെ. അടുത്തത് അടുത്തത് വേണ്ട പോകുന്ന അടുത്തത് കറുത്ത് മൂന്നാളിനെ കിടക്കുന്നത് വേണ്ടേ. എന്ത് സാധനമായി പാമ്പ്? അത് പൊളവൻ. അപ്പം നമ്മൾ അക്വാട്ടിക് പ്ലാന്റ്സ് പറിക്കുമ്പോൾ ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും കേട്ടോ. ഇതിനെ കാണാതാണ് സത്യത്തിൽ ഈ തോട്ടിൽ ഇറങ്ങിയത്. ഇതിനെ കണ്ടിരുന്നെങ്കിൽ നമ്മളിവിടെ ഇറങ്ങത്തില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന ചെടികൾ നേരെ
ഈ പറഞ്ഞ ഉപ്പ് കലക്കി വെള്ളത്തിലോട്ടൊന്ന് ഇടുക. കണ്ടോ? അപ്പോൾ കുറച്ച് സമയം നമ്മളത് ആ ഉപ്പ് വെള്ളത്തിൽ തന്നെ ഈ ചെടികൾ കംപ്ലീറ്റ് ഒന്ന് ഇടണം. കണ്ടോ, ഇതിലെല്ലാം കണ്ടോ കൊച്ചു സ്നെയിൽസ് ഉണ്ട്. കണ്ടോ, നമ്മളെ കണ്ടെത്തി നിന്ന് എടുത്തപ്പം ചെടിയിലിരിക്കുന്ന സ്നെയിലാണ്. കാര്യം നമ്മളിത് നേരെ കൊണ്ടുവന്ന് അക്വേറിയത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കയറി അക്വേറിയത്തിലെ പ്ലാന്റ്സ് മുഴുവനും തിന്ന് തീർക്കും. ഇത് കണ്ടോ, നമുക്ക് ഇപ്രാവശ്യത്തെ ആ കളക്ഷനിൽ കിട്ടിയ ചെടിയാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ വാട്ടർ പ്ലാന്റ് ആയിട്ട് നടുന്ന ആമസോൺ എന്നൊക്കെ പറയുന്ന ഒരു ചെടിയുണ്ട്, ആമസോൺ എന്ന് പറയുന്നത്, അതുപോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇത് വേറൊരു ചെടിയാണ്, ഇപ്രാവശ്യം കിട്ടിയതാണ്. പിന്നെ വേറെ കുറേ ചെടികളുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഫ്രഷ് വാട്ടറിലൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് വേണം നമുക്ക് അക്വേറിയത്തിൽ ഓരോന്നോരോന്നായിട്ട് നടാനായിട്ട്. ഓക്കെ, ഇനി പതുക്കെ നമ്മൾ ഈ പറയുന്ന ഉപ്പുവെള്ളത്തിലിട്ടിരിക്കുന്ന ചെടി പതുക്കെ എടുത്ത് ഒന്ന് ഇങ്ങനെ ഒന്ന് അനക്കി എടുക്കണം. കാര്യം അതിൽ ഇരിക്കുന്ന ഓരോ കൊച്ചു കൊച്ചു ജീവികളോ അല്ലെങ്കിൽ സ്നെയിൽസ് എല്ലാം വിട്ടു പോകണം. നിൽക്കും ഇട്ട് കണ്ടോ, സ്നെയിൽസ് ഒക്കെ കിടക്കുന്നുണ്ടോ? കണ്ടോ? അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഉപ്പുവെള്ളത്തിലിട്ട് ഇതിനെ ഒന്ന് കഴുകിയെടുക്കുന്നത്. കണ്ടോ, സ്നെയിൽസ് എല്ലാം പോയി. കണ്ടോ? ഇനി ഇതിപ്പം നമുക്ക് നല്ല ഫ്രഷ് വാട്ടറാണ്. ഫ്രഷ് വാട്ടറിൽ ഇങ്ങനെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഇനി നമുക്ക് കൊണ്ടുപോയി ഓരോന്നോരോന്നായിട്ട് നടണം. ഇപ്പോൾ കൂടുതലായിട്ട് വളർന്ന് പൊങ്ങുന്ന ചെടികളൊക്കെ നമ്മൾ അക്വേറിയത്തിൻ്റെ ബാക്ക് സൈഡിലാണ് ഫിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ നട്ട് കഴിഞ്ഞാൽ ആ വ്യൂ അങ്ങ് മറയും. ഇപ്പം ബാക്കിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഭംഗി, ഇതിനെ നമ്മൾ ഇവിടെ നടാൻ പോകും. ആദ്യത്തെ ദിവസം ആകുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന, 2 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം കറക്റ്റ് സൺലൈറ്റ് അനുസരിച്ചും അല്ലെങ്കിൽ ലൈറ്റിനനുസരിച്ചൊക്കെ വളർന്ന് നല്ല എന്താ പറയുന്ന ഒരു ഒറിജിനൽ ഫീൽ നിന്നോളൂ. ചെറിയ ഇല ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇത്. വെള്ളത്തിൽ നിൽക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. അപ്പം അതുകൊണ്ട് എടുത്താണ്. അപ്പം അതൊരു ബഞ്ചായിട്ട് ഒരിടത്ത് നടുവാണ്. കണ്ടത്തിലുള്ളവർ ഇതിന് കള എന്ന് പറയും, നമ്മളിതിന് അക്വാ പ്ലാന്റ്സ് എന്ന് പറയും. നമ്മുടെ അക്വേറിയത്തിൽ കൊണ്ടുപിടിക്കുന്നു. അടുത്തതായിട്ട് ഈ ചെടിയാണ് നടാൻ പോകുന്നത്. കണ്ട, ഇത് പുതിയൊരു ടൈപ്പ് ചെടിയാണ്. ഇതുവരെ ഈ അക്വേറിയത്തിൽ വന്നിട്ടില്ലായിരുന്നു. നമുക്ക് കാണുമ്പോൾ ഈ പറയുന്ന പല ചെടിയായിട്ട് അതിന് സാമ്യം തോന്നും, പക്ഷെ അതൊരു പുതിയ ചെടി തന്നെയാണ്. അപ്പം നമ്മൾ ചെടികളെല്ലാം പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ആ ഒഴുക്കിൽ നിന്ന് എടുത്ത ചെടിയാണ്. ഇത് ആമ്പലിൻ്റെ ഒരു വെറൈറ്റിയാണ്, നെയ്യാമ്പൽ പോലെയുള്ളത്. ഈ ചെടിയും നമ്മൾ ആ തോട്ടിൽ നിന്ന് കളക്ട് ചെയ്തതാണ്.
ഈ ചെടി നമ്മൾ തോട്ടിൽ നിന്ന് കളക്ട് ചെയ്തതാണ്, ഈ ചെടി നമ്മൾ തോട്ടിൽ നിന്ന് കളക്ട് ചെയ്തതാണ്, ഈ നിൽക്കുന്ന ചെടിയും നമ്മൾ തോട്ടിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. കണ്ടോ, ഈ നീളത്തിൽ ഇലയുള്ളൂ. അപ്പോൾ ഈ ബാക്ക് സൈഡിൽ ഇപ്പം വെച്ചിരിക്കുന്നതിൽ കൂടുതൽ ചെടികളും നമ്മൾ ആ രാവിലെ കളക്ട് ചെയ്ത ചെടികളാണ്. എല്ലാം നട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതിനകത്ത് ഇപ്പോൾ ഏതാണ്ട് ഒരു 25-28 തരം ചെടികളായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള യാത്രകൾ ഇതുപോലുള്ള ചെടികൾ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ട് നടും. അങ്ങനെ ഈ ഒരു അക്വേറിയം ഒരു കാടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. പിന്നെ ഇതുപോലെയുള്ള അക്വേറിയങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പ്ലാന്റഡ് അക്വേറിയം ചെയ്തിട്ട് നിറച്ചും കൊണ്ട് മീനെ ഇടും. ഒരുപാട് മീനുകളായാൽ പ്ലാന്റ്സുകളെല്ലാം അത് നശിപ്പിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വളരെ ചെറിയ മീനുകളെ മാത്രമേ ഇതിനകത്ത് ഇടാവൂ. കൂടി വന്ന ഗപ്പിയോ അല്ലെങ്കിൽ സീബ്ര എന്ന് പറയുന്നത്, ഈ കിടക്കുന്ന സീബ്രയാണ്. ഇതിനകത്ത് ഇത്രയും വലിയ ടാങ്കായിട്ട് ഞാനൊരു മാക്സിമം ഒരു 6-7 മീനെ മാത്രമേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. കാര്യം പ്ലാന്റഡ് അക്വേറിയത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഭംഗിയാണ്. എല്ലാവരും കൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ മരങ്ങളും ഒക്കെ വെക്കും. അതൊന്നും അല്ല വേണ്ടത്. നമ്മൾ അക്വേറിയം ചെയ്യുമ്പം അതിൻ്റെ ഒരു നാച്ചുറൽ ഫീലിൽ ഇതേപോലെ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഈ പറയുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഇനിയും വീഡിയോസ് കാണാം. എൻ്റെ യാത്രകളിലൊക്കെ ഞാൻ ഈ പോകുന്ന വഴിക്കൊക്കെ ഈ പ്ലാന്റ്സുകളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. അത് പല വീഡിയോകളിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്ന് ഇതാണ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു അക്വേറിയം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും കമൻസുകളും ഒക്കെ ഇതിൻ്റെ താഴെ തന്നെ ഇടുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം. അതുവരെ ഒരു ചെറിയ ഷോട്ട്.